ഒരു കഥ പറയട്ടെ. 65-ാമത്തെ വയസ്സിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതുകൊണ്ട് മാത്രം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഒരു വയസ്സന്റെ കഥ. ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് അയാൾ കണ്ണടച്ചിരുന്ന് ആലോചിച്ചു. ജീവിതത്തിലെല്ലാം അയാൾക്ക് പരാജയങ്ങളായിരുന്നു. 5-ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചു. വളരെ ചെറുപ്പത്തിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. 20-ാമത്തെ വയസ്സിൽ ഭാര്യയും കുഞ്ഞും ഉപേക്ഷിച്ചു. ചെയ്ത എല്ലാ ജോലികളിലും അയാൾ പരാജയപ്പെട്ടു. പട്ടാളത്തിൽ ചേർന്നു. അവിടെ നിന്നും പുറത്താക്കി. അങ്ങനെ ഒടുവിൽ അയാൾ ഒരു ഹോട്ടലിൽ ജോലിക്ക് കയറി. തൂപ്പുകാരനായി തുടങ്ങി, കിച്ചണിൽ കയറാൻ തുടങ്ങി, ചില വിഭവങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഇഷ്ടമുള്ള ഒരുപാട് കാലം അയാൾ ആ ഹോട്ടലിൽ ജോലി ചെയ്തു. പക്ഷെ ഒടുവിൽ ഒരു നാൾ സ്വാഭാവികമായ വാർദ്ധക്യം അയാളെയും പിടിപെട്ടു. ഇനി അയാൾ ഈ കടയ്ക്കൊരു ബാധ്യതയാകും എന്ന് വിചാരിച്ച മുതലാളി അയാൾ ആ കടയിൽ നിന്നും പിരിച്ചുവിട്ടു. തനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന നിരാശയിൽ ഇരിക്കുമ്പോഴാണ് അയാൾ ഒരു കാര്യം ആലോചിച്ചത്. താൻ ഉണ്ടാക്കുന്ന വിഭവങ്ങൾക്ക് തൻ്റെ കൂട്ടുകാർ എപ്പോഴും നല്ല അഭിപ്രായം പറയാറുണ്ടായിരുന്നു. എന്തുകൊണ്ട് തനിക്ക് ഏറ്റവും നന്നായി ഉണ്ടാക്കാൻ അറിയുന്ന ചിക്കൻ ഫ്രൈ ഹോട്ടലുകൾ കൊണ്ടുകൊടുത്ത് അതിൽ നിന്നൊരു വരുമാനം കൊണ്ട് തനിക്ക് ജീവിച്ചുകൂടാ? അതിനായി അയാൾ 1009 ഹോട്ടലുകളിൽ കയറിയിറങ്ങി. ഒരാളും പോസിറ്റീവായ റെസ്പോൺസ് കൊടുത്തില്ല. ഒടുവിൽ വിൽക്കപ്പെടുന്ന ചിക്കന് മാത്രം പൈസ എന്ന വ്യവസ്ഥിതിയിൽ ഒരു ഹോട്ടലുകാരൻ സമ്മതിച്ചു. അയാൾ പണി തുടങ്ങി. ആദ്യം ഒരുപാട് കാലം അയാൾ ഉണ്ടാക്കുന്ന ചിക്കൻ അയാൾക്ക് കുഴിച്ചു മൂടേണ്ടി വന്നു. പിന്നീട് പതിയെ പതിയെ കസ്റ്റമേഴ്സ് ഉണ്ടായി. അയാളുടെ റെസിപ്പിക്ക് വേണ്ടി ഒരുപാട് ഹോട്ടലുകാർ അയാളെ സമീപിച്ചു. അപ്പോൾ അയാൾ ചിന്തിച്ച്, എന്തുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു തട്ടുകട തുടങ്ങിക്കൂടാ? അയാളൊരു തട്ടുകട തുടങ്ങി. ആ തട്ടുകടയ്ക്ക് അയാളൊരു പേരിട്ടു, കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ. കേണൽ ഹെർലാൻഡ് സാൻഡേഴ്സ് 90-ാമത്തെ വയസ്സിൽ മരണപ്പെടുമ്പോൾ 7 വൻകരകളിലായി 20,000 ഔട്ട്ലെറ്റുകളുമായി ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യശൃംഖലയായി KFC മാറിയിരുന്നു. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ കഥ KFC ആ ബ്രാൻഡിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കുക്ക്ഡ് അപ്പ് സ്റ്റോറിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ്.